ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മളുടെ ആദിമ മനുഷ്യരെ കുറിച്ച്, അതായത് മനുഷ്യർ നമ്മൾ ഇന്നത്തെ രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള മനുഷ്യരെ കുറിച്ചും അവരുണ്ടാക്കിയിട്ടുള്ള റവല്യൂഷനെ കുറിച്ചും അതുപോലെ തന്നെ അന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള സിവിലൈസേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പാഠം തുടങ്ങുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്നുള്ള പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. Probably the first men were hardly men like we know them today. They must have been half apes, half men, living rather like monkeys. Do you remember going with us to see a professor in Heidelberg in Germany? He showed us a little museum full of fossils and especially an old skull which he kept carefully locked up in a safe. The skull was supposed to belong to one of these earliest men. We now call him the Heidelberg man, simply because the skull was found buried near Heidelberg. അപ്പോൾ എന്താ പറഞ്ഞിട്ടില്ല മക്കളെ, അവർ ഒരു ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്നുള്ള പ്ലേസിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു മ്യൂസിയത്തിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഈ മ്യൂസിയത്തിൽ എന്തായിരുന്നു, ഫുൾ ഓഫ് ഫോസിൽസ് ആയിരുന്നു. ഫോസിൽ എന്ന് വെച്ചാൽ നമ്മുടെ പഴയ കാലത്തുള്ള പല ജീവികളുടെയും അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ വളരെ സേഫായിട്ട് ലോക്ക് ചെയ്തിട്ടൊരു ആളുടെ സ്കള്ള് തലയോട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആരായിരുന്നു, ഏർലിയസ്റ്റ് മെന്നായിരുന്നു, അതായത് ഒരു ആദ്യം മനുഷ്യൻ്റെ തലയോടായിരുന്നു. അത് ശേഷം അത് ഹൈഡൽബർഗ് എന്നാണ് അതറിയപ്പെട്ടത്, ഹൈഡൽബർഗ് സ്കള്ള് എന്ന്. കാരണം എന്താണ്, ഹൈഡൽബർഗ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് ആ തലയോട് കിട്ടിയത്, അതുകൊണ്ട് ആ പേരിൽ അറിയപ്പെട്ടു. വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റിമൈൻ ദാറ്റ് ജവഹർലാൽ നെഹ്റു മെൻഷൻസ് ഹിയർ? ജവഹർലാൽ നെഹ്റു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ റിമൈൻ എന്താണ്, ചരിത്ര ശേഷിപ്പ് എന്താണ്? സ്കൾ ഓഫ് എൻ ഏർലിയർ മാൻ അല്ലെങ്കിൽ സ്കൾ ഓഫ് ഹൈഡൽബർഗ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം വേർ വാസ് ഇറ്റ് ഒബ്റ്റൈൻ ഫ്രം? എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ഇൻ ഹൈഡൽബർഗ് സിറ്റി അല്ലെ, ഹൈഡൽബർഗ് പട്ടണത്തിലാണ്. ദിസ് ഹിസ്റ്റോറിക്കൽ റിമൈൻ ഓഫ് ദ പ്രിമിറ്റീവ് ഹ്യൂമൻ ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി ലാക്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. ഈ ഹിസ്റ്റോറിക്കൽ റിമൈന് ഏകദേശം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. Can you think of people who lived all these years ago or about that period? Shall we take a look at the history of people at that time? അപ്പോൾ ഇത്രയും കാലങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വിവരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ആ വിവരങ്ങളെ കുറിച്ച്, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് ട്രേസ് അവർ ആൻസെസ്റ്റേഴ്സ്. ആൻസെസ്റ്റർ എന്ന് വെച്ചാൽ എന്താ മക്കളെ, പൂർവികർ. അപ്പോൾ നമുക്ക് നമ്മുടെ പൂർവികരെ കണ്ടുപിടിക്കാം. ലുക്ക് അറ്റ് ദ ഫാമിലി ട്രീ ദാറ്റ് സിനു പ്രിപ്പയർഡ് ഇൻക്ലൂഡിംഗ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലീസ് പ്രീവിയസ് ജനറേഷൻ. ഇവിടെ സിനു അവൻ്റെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. അവനും അവൻ്റെ സിസ്റ്ററും പിന്നെ അവരുടെ അച്ഛനും അമ്മയും, അച്ഛൻ്റെ അച്ഛനും അമ്മയും, അതുപോലെ അമ്മയുടെ അച്ഛനും അമ്മയും. അപ്പോൾ അതുവരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഫാമിലി ട്രീ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏത് ജനറേഷൻ വരെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയും അച്ഛനും അറിയാമെങ്കിൽ അതും അവിടെ വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. BCE ആൻഡ് CE. ഇനി എന്താണ് BCEയും എന്താണ് CE എന്നത് നോക്കാം. Chronologically, history is divided into 2 periods, before common era and common era. നമ്മളുടെ ടൈം പീരീഡിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബിഫോർ കോമൺ ഇറ, ഒന്ന് കോമൺ ഇറ. ബിഫോർ കോമൺ ഇറയാണ് BCE, കോമൺ ഇറയാണ് ചുരുക്കിയിട്ട് CE എന്നാക്കിയത്. ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഏർലിയർ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു BC ആൻഡ് AD. അപ്പോൾ ആദ്യം ഈ BCEയും CEയും ആയിരുന്നില്ല, BC AD എന്നിങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ദ പീരിയഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് BC. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള വർഷം BC എന്നും ബിഫോർ ക്രൈസ്റ്റ് എന്നും. ദ പീരിയഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് AD, അന്നോ ഡൊമിനി. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള ഈ വർഷം AD എന്നുമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. These days it is known as BCE and CE respectively.
അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ പറയുക, ക്രിസ്തു ജനിച്ചതിന് മുൻപ് വർഷങ്ങളെ BCE എന്നും ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള വർഷങ്ങളെ CE എന്നുമാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്കവിടെ ഏകദേശം BCയുടെയും CEയുടെയും ഒരു ചെറിയ ഇത് തന്നിട്ടുണ്ട്. നോക്കിക്കേ, സെഞ്ച്വറി ഡിനോട്ട്സ് 100 years, എ മില്യൺ ഇയേഴ്സ് ഡിനോട്ട്സ് 10 lakh years. ഒരു സെഞ്ച്വറി എന്ന് പറയുന്നത് 100 വർഷങ്ങളാണ്. ഒരു മില്യൺ എന്ന് പറയുന്നതോ 1 lakh years ആണ്. 1,00,000 വർഷങ്ങളെയാണ് ഒരു മില്യൺ എന്ന് പറയുന്നത്. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. ഇനി മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും എങ്ങനെയാണെന്ന് നോക്കാം. Human fossils are important sources that help us to learn about the history of early humans. അപ്പോൾ ഈ മനുഷ്യരുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒറിജിനെയും എവല്യൂഷനെയും കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഹ്യൂമൻ ഫോസിൽസ് ആണ്. ഇറ്റ് ഈസ് ബൈ സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് സച്ച് ഫോസിൽസ് ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ഈസ് റിട്ടൺ. ഇങ്ങനെ കിട്ടുന്ന ഫോസിൽസിൽ നിന്നുമുള്ള കാര്യങ്ങളോടെയാണ് വർഷങ്ങൾ, ഏകദേശം ഓരോ മനുഷ്യരുടെയും വർഷങ്ങൾ എത്രയാണെന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി എന്താണ് ഫോസിൽസ് എന്ന് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. Fossils are the remains of ancient plants, animals and humans. These are generally embedded in rock and have been preserved for millions of years. സാധാരണയായിട്ട് നമ്മളുടെ പൂർവികരുടെ ആൻഷ്യൻ പ്ലാന്റ്സിൻ്റെ, പഴയകാല പൂർവികരുടെ ചെടികളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയൊക്കെ റിമൈൻസ് ആണ്, അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഫോസിൽ എന്ന് പറയുക. ഇത് എവിടെയാണ് സാധാരണ കാണപ്പെടുന്നത്? പാറകളിലും മണ്ണുകളിലും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് മൂടിക്കിടന്ന സ്ഥിതിയിലാണ് ഇവ കാണപ്പെടുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ. ഇനി മനുഷ്യന്റെ പരിണാമം എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് ചാൾസ് ഡാർവിൻ ഹു പ്രൊപ്പോസ്ഡ് എ സയന്റിഫിക് വ്യൂ ഓൺ ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരുടെ പരിണാമത്തെക്കുറിച്ച് ഒരു സയന്റിഫിക് ആയിട്ടുള്ള വ്യൂ പ്രൊപ്പോസ് ചെയ്തത് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഹി സജസ്റ്റഡ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ഒറിജിനേറ്റഡ് ത്രൂ ഓർഗാനിക് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഒരുപാട് വർഷത്തെ ജൈവിക പ്രവർത്തനങ്ങളിലൂടെയാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്, മനുഷ്യന്റെ എവല്യൂഷൻ നടന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി കോൾഡ് ദിസ് പ്രോസസ് എവല്യൂഷൻ. അതാണ്, ഈ പ്രോസസ്സിനെയാണ് അദ്ദേഹം എവല്യൂഷൻ, പരിണാമം എന്ന് വിളിച്ചത്. He presented the theory of human evolution in his book on the origin of species published in 1859. 1859 പബ്ലിഷ് ചെയ്ത on the origin of species എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം മനുഷ്യരുടെ ഈ എവല്യൂഷനെ കുറിച്ച് പ്രതിപാദിച്ചത്. ഇനി നമുക്ക് ചാൾസ് ഡാർവിൻ ആരാണെന്നും അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്, പരിചയപ്പെടാം. Charles Darwin was born in England on February 12, 1809. He is a naturalist who helped in understanding the process that led to the origin of life on Earth and the diversity of living organisms. Charles Darwin explained through his theory of evolution that all living species evolved over a period of time and took millions of years to reach its present form. അപ്പോൾ ചാൾസ് ഡാർവിൻ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു, അതായത് നാച്ചുറലിസ്റ്റ് എന്നാണ് പറയുക. അദ്ദേഹം മനുഷ്യരുടെയും അതുപോലെ മറ്റ് ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഒക്കെ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒറിജിനെ കുറിച്ചൊക്കെയാണ് നമ്മളോട് മനസ്സിലാക്കി തന്നത്. മനുഷ്യരടക്കമുള്ള എല്ലാ ജീവികളും പരിണാമത്തിലൂടെ അല്ലെങ്കിൽ എവല്യൂഷൻ സംഭവിച്ചാണ് ഇന്നത്തെ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിലും ഓരോ ജീവിവർഗവും അതിൻ്റെ പരിണാമഘട്ടങ്ങളിൽ അതിൻ്റെ ഘട്ടങ്ങളിൽ ഒരുപാട് വർഷങ്ങളെടുത്താണ് അതിന് മാറ്റങ്ങൾ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം തൻ്റെ ഈ തിയറിയിലൂടെ പറയുന്നത്. ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്. ആൻസസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? പൂർവികർ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു പൂർവികർ. ഏർലി ഹ്യൂമൻസ് ഇവോൾവ്ഡ് മില്യൺ ഓഫ് ഇയേഴ്സ് എഗോ. ആദിമകാല മനുഷ്യന് ഒരു മില്യൺ ഓഫ് ഇയേഴ്സ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപെയാണ് ജനിച്ചത്. ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഒരു വർഗത്തിൽ നിന്നാണ്, അത് മാമൽസിൻ്റെ കാറ്റഗറി പെടുന്ന വർഗമാണ്, അതിൽ നിന്നാണ് മനുഷ്യൻ്റെ പരിണാമം സംഭവിച്ചത് എന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ. എവല്യൂഷൻ്റെ വേരിയസ് സ്റ്റേജസ് കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് താഴെ തന്നിട്ടുണ്ട്, നോക്കിക്കേ മക്കളെ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമേറ്റ്സ് ആണ്. പ്രൈമേറ്റ്സ് എന്തായിരുന്നു മക്കളെ? എ കാറ്റഗറി ഓഫ് മാമൽസ്. മാമൽസിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു വർഗ്ഗമായിരുന്നു പ്രൈമേറ്റ്സ്. പിന്നെ പ്രൈമേറ്റ്സിന് എവല്യൂഷൻ സംഭവിച്ച് ഹോമിനോയിഡ്സ് ആയി. ഈ ഹോമിനോയിഡ്സ് എന്ന് പറയുന്ന സ്റ്റേജ് എന്താണ്? വാക്ക്ഡ് ഓൺ 4 legs, 4 കാലുകളിലായിരുന്നു നടന്നിരുന്നത്. പിന്നെ ഹോമിനിഡ്സ് ആയി, ഹോമിനിഡ്സ് ആയി. ദേ വാക്ക്ഡ് ഓൺ 2 legs, 2 കാലിൽ നടക്കുന്ന ജീവികളായിരുന്നു ഹോമിനിഡ്സ്. പിന്നെ ഈ ഹോമിനിഡ്സിന് 2 രീതിയിൽ പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് ആസ്ട്രലോപിത്തക്കസ്, പിന്നെ ഒന്ന് ഹോമോ.
പിന്നെ ആസ്ട്രലോപിത്തകസിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഹോമോ ഉണ്ട്. ഹോമോയിൽ നിന്ന് 3 രീതിയിലാണ് എവല്യൂഷൻ സംഭവിച്ചത്. ഹോമോ ഹാബിലിസ് ആദ്യം. ഹോമോ ഹാബിലിസ് എന്ന് വെച്ചാൽ ദ ടൂൾ മേക്കേഴ്സ്, ഉപകരണങ്ങൾ, ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണ് ഹോമോ ഹാബിലിസ്. പിന്നെ ഹോമോ ഇറക്റ്റസ്, അതായത് അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്ന് നിൽക്കാൻ കഴിയുന്ന മനുഷ്യരായിരുന്നു ഹോമോ ഇറക്റ്റസ്. ദെൻ ഹോമോ സാപ്പിയൻസ്, ദ വൈസ് ഓർ തിങ്കിങ് മാൻ. ഹോമോ സാപ്പിയൻസ് എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ആളുകൾ, അതായത് ഇന്നത്തെ മനുഷ്യരാണ് ഹോമോ സാപ്പിയൻസ്. യു ഹാവ് സീൻ ഫ്രം ദ ഫ്ലോ ചാർട്ട് ദാറ്റ് ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് were the subgroup of Homo. The human species to which we belong is Homo sapiens. അപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന ജീവിവർഗം ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ താഴെ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിംഗ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ഹ്യൂമൻ എവല്യൂഷൻ്റെ സ്റ്റേജസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. It was Charles Darwin who proposed the human evolution theory. Evolution refers to the changes caused by natural process in living organisms. According to Charles Darwin, human evolution began from primates. Primates are a category of mammals. Later, it changed into hominoids, which are capable of walking in 4 legs. Then, after some years, humans started to walk on 2 legs. That stage of human is known as hominids. Later, hominids divided into 2 categories. First one is Australopithecus. The second one is Homo. Later from Homo habilis, Homo erectus, and Homo sapiens were subgrouped. Homo habilis were tool-making humans. Homo erectus were the upright humans, and Homo sapiens are the thinking man group. The human species to which we belong is Homo sapiens. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ മക്കളെ ഇതിൽ എഴുതി തന്നിട്ടുള്ളത് ഈ ഫ്ലോ ചാർട്ട് ബേസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ മീനിങ് കൂടെ പറഞ്ഞു തരാത്തത്. വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഇനി ഹോമോ സാപ്പിയൻസിന് വന്നിട്ടുള്ള നമ്മളുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. ആദ്യകാല മനുഷ്യരൊക്കെ കാടുകളിലായിരുന്നു ജീവിച്ചിരുന്നത്. ദേ ലിവ്ഡ് ബൈ ഗ്യാതറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. അവർ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ മൃഗങ്ങളെ വേട്ടയാടിയൊക്കെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ദേ യൂസ് ടു റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. അതുപോലെ കൂർത്ത ആയുധങ്ങളൊക്കെ, അവരുടെ ചുറ്റിലുള്ള കൂർത്ത കല്ലുകളൊക്കെ അവർ ആയുധങ്ങളാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. സിൻസ് സ്റ്റോൺസ് വർ യൂസ്ഡ് ആസ് വെപ്പൺസ്, ദിസ് പീരിയഡ് ഈസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്. അതുപോലെ കല്ലുകൾ ആയുധങ്ങളാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടത്തെയാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. സ്റ്റോൺ ആയുധമാക്കി ഉപയോഗിക്കുന്ന ഏജ് സ്റ്റോൺ ഏജ്, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. Based on the development achieved over time in weapons and tools made of stones, the Stone Age can be divided into 3 stages. ഇനി ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളുടെ ഉപയോഗ രീതിയും അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്താ പറയുക ബേസ് ചെയ്തിട്ട് ഈ സ്റ്റോൺ ഏജിലെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് പാലിയോലിത്തിക് ഏജ്, സെക്കൻഡ് ഗ്രൂപ്പാണ് മീസോലിത്തിക് ഏജ് ആൻഡ് തേർഡ് ഗ്രൂപ്പാണ് നിയോലിത്തിക് ഏജ്. Now the characteristics of the various Stone Age periods. ഇവിടെ നമുക്ക് താഴെ 3 സ്റ്റോൺ ഏജ് പീരിയഡിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തേത് പാലിയോലിത്തിക് ഏജ് ആയിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മക്കളെ? ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് ആണ് പാലിയോലിത്തിക് ഏജ്. അതായത് നമ്മളുടെ സ്റ്റോൺ ഏജ് തുടങ്ങുന്ന സമയത്തുള്ളതാണ് എന്ത് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. യൂസ് ടു റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്. പരുക്കൻ കല്ലുകളായിരുന്നു അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ജീവിക്കാനായിട്ട് മാത്രം അവർ എന്ത് ചെയ്തു? വേട്ടയാടലും ശേഖരിക്കലും തുടങ്ങി. പിന്നെ മിസോലിത്തിക് ഏജ് ആണ് സെക്കൻഡ് ഗ്രൂപ്പ്. ദേ യൂസ്ഡ് സ്മോൾ ഫൈൻ സ്റ്റോൺ ടൂൾസ്. സൂക്ഷ്മമായിട്ടുള്ള ശിലകൾ അല്ലെങ്കിൽ കല്ലുകളും പാറകളൊക്കെ അവർ ആയുധമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. കഴിക്കാൻ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലുകളും മീനുകളും ഒക്കെ ഭക്ഷണമാക്കാനായിട്ട് തുടങ്ങി. ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. മൃഗങ്ങളുടെ തോലും ഇലകളും ഒക്കെ കൊണ്ട് അവർ ക്ലോത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി, തുണികൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അവസാനത്തെ സ്റ്റോൺ ഏജിലെ അവസാനത്തെ ഘട്ടമാണത് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്.
കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളതും മിനുസമുള്ളതുമായിട്ടുള്ള കല്ലുപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് നിയോളിത്തിക് ഏജിലായിരുന്നു. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, കൃഷിയുടെ ആരംഭം നിയോളിത്തിക് ഏജിലായിരുന്നു. ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്രി, അവർ ചക്രങ്ങൾ കണ്ടുപിടിക്കുകയും അതുപോലെ കളിമൺ കൊണ്ടുള്ള നിർമ്മാണം, കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്തത് ഈ നിയോളിത്തിക് ഏജിലായിരുന്നു. ഇനി താഴെ എന്താണ് ഭിംബേട്ക എന്ന് തന്നിട്ടുണ്ട്. ഭിംബേട്ക ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് വാസ് ഇൻഹാബിറ്റഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്. മധ്യപ്രദേശിലുള്ള ഒരു പ്ലേസ് ആണ് എന്ത് ഭിംബേട്ക എന്ന് പറയുന്നത്. ഇതൊരു ഗുഹയാണ് കേട്ടോ. ഗുഹയിലുള്ള ചിത്രങ്ങളാണ് അന്നത്തെ സ്റ്റോൺ ഏജ് കാലഘട്ടത്തിലുള്ള ഹ്യൂമൻസിൻ്റെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ ഈ റോക്ക് പെയിൻറ്റിങ്ങിൽ പറയുന്നുണ്ട്. ദ പെയിൻറ്റിങ്സ് ഇൻസൈഡ് ദ കേവ് ടെൽ us about the varied വേസ് ഓഫ് ലൈഫ് ഓഫ് ഏൻഷ്യൻ ഹ്യൂമൻസ്. ഇവർ ഈ പാറകളിൽ ചിത്രങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കല്ലുകൊണ്ട്. അപ്പോൾ അവരുടെ വേട്ടയാടുന്ന ചിത്രവും അതുപോലെ കൃഷിയുടെ ചിത്രവും ഒക്കെ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദീസ് കേവ് പെയിൻറ്റിങ്സ് ആർ ഓൾസോ എ പ്രൂഫ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. അന്നത്തെ ആളുകൾക്ക് സംസാരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരു ഭാഷയൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ അവർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഈ ചിത്രങ്ങൾ വഴി ആയിരിക്കാം. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക് പീരിയഡ്സ് ഓൺ സ്ട്രിപ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ എ ബൗൾ. അറേഞ്ച് ദ ചാർട്ട്സ് വിത്ത് ദ names of these stone age periods in the classroom. The children may pick up the strips from the bowl and paste them on the corresponding chart in the correct order. അപ്പോൾ നിങ്ങളോട് മീസോലിത്തിക്, പാലിയോലിത്തിക്കും നിയോലിത്തിക്കിൻ്റെ പേരെഴുതിയിട്ട് അതിൻ്റെ പേരെഴുതിയിട്ട് ഒരു ബോളിൽ ഇടുക. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് പിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഓരോ പ്രത്യേകതകളും ചാർട്ടിൽ ഓരോ ഗ്രൂപ്പാക്കിയിട്ട് എഴുതിയിട്ട് അതിന് താഴെ ഒട്ടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്താക്കാവുന്ന ആക്ടിവിറ്റിയാണ് കേട്ടോ. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. അപ്പോൾ നമ്മൾ നിയോളിത്തിക് ഏജിലാണ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ ബിഗിനിങ്ങും പിന്നെ ജീവിതം എങ്ങനെയാണ് സെറ്റിൽ ചെയ്തതും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യു ഹാവ് സീൻ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദ നിയോളിത്തിക് പീരിയഡ്. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കേം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സ്. കൃഷി തുടങ്ങിയോടോട് കൂടിയിട്ട് തന്നെ മനുഷ്യർക്ക് അതിനടുത്ത് തന്നെ താമസിക്കേണ്ടതായിട്ടും വന്നു. കാരണം മൃഗങ്ങൾ ആക്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു വല്ലതും നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് അവർക്ക് ആ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അതിനടുത്ത് തന്നെ താമസിക്കേണ്ടതായിട്ട് വന്നു. ദേ സെറ്റിൽഡ് നിയർ ദെയർ ഫാംസ് ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്, പ്രൊട്ടക്ട് ദ ഫീൽഡ്സ് ഫ്രം വൈൽഡ് ആനിമൽസ് ആൻഡ് ടു കെയർ ഫോർ ദെയർ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. അപ്പം അവർ ആ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വന്യമൃഗങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിന് കെയർ നൽകാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അതിനടുത്ത് തന്നെ മനുഷ്യർ കുടികെട്ടി പാർക്കാനായിട്ടും തുടങ്ങി. വാട്ട് ഓൾ ചേഞ്ചസ് മൈറ്റ് സെറ്റിൽഡ് ലൈഫ് ഹാവ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്. ഇത്തരത്തിലുള്ള സെറ്റിൽഡ് ലൈഫ്, കൂടി താമസങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഡ്വെല്ലിങ്സ് ബിഗാൻ ടു ബി ബിൽറ്റ്. അതിലൊന്നാമത്തതാണ് ഡ്വെല്ലിങ്സ്, അതായത് വാസസ്ഥലങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. ആളുകൾ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ കുടുംബമൊക്കെ തുടങ്ങിയത് ഇത്തരത്തിലുള്ള സെറ്റിൽഡ് ലൈഫ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള സെറ്റിൽഡ് ലൈഫ് പതുക്കെ പതുക്കെ ഗ്രാമങ്ങളായും അതുപോലെ അർബൻ സെന്റേഴ്സ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. ഇനി കല്ലിൽ നിന്ന് മെറ്റലിലേക്ക്, ലോഹത്തിലേക്കുള്ള മാറ്റമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ്. വാട്ട് മെറ്റീരിയൽസ് ആർ ദേ മെയ്ഡ് ഓഫ്. ഇതിവിടെ നമുക്ക് 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ 2 പിക്ചേഴ്സിലും ഏതൊക്കെ തരത്തിലുള്ള ടൂളുകളാണ്, എന്ത് വെച്ചിട്ടുള്ള ടൂളുകളാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്? ആദ്യത്തേത് സ്റ്റോൺ ആണ് അല്ലേ, സ്റ്റോണിൻ്റെ ടൂളുകളാണ്. പിന്നെ രണ്ടാമത്തേതോ മെറ്റൽ ടൂൾസ് ആണ്, ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ടൂളുകളാണ് രണ്ടാമത്തെ പിക്ചറിലുള്ളത്. ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ ഏതാണ് മക്കളെ? കോപ്പറാണ് കേട്ടോ. കോപ്പറാണ് അവർ ആദ്യമായിട്ട് യൂസ് ചെയ്ത മെറ്റൽ. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. ദ പീരിയഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾ മെയ്ഡ് ഓഫ് മെറ്റൽ ഈസ് കോൾഡ് ദ മെറ്റൽ ഏജ്. അങ്ങനെ സ്റ്റോൺ ഏജിൽ നിന്നും മനുഷ്യർ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ടും നിർമ്മിക്കാനായിട്ടും ഒക്കെ തുടങ്ങി. ആ ഏജിനെ, കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് മെറ്റൽ ഏജ്. സിൻസ് കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ് ഫോർ tilting the soil and cutting trees, they mixed copper and tin to make a harder and stronger alloy called bronze. അപ്പോൾ കോപ്പർ അധികം സ്ട്രോങ് അല്ലാത്ത ഒരു മെറ്റൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് മണ്ണ് കുഴിക്കാനും പിന്നെ മരങ്ങൾ മുറിക്കാനും മൃഗങ്ങളെ കീറി മുറിക്കാനൊന്നും അധികം കഴിയാതെ വന്നു. അപ്പോൾ അവർ ഈ കോപ്പറിലേക്ക് ടിൻ എന്ന് പറയുന്ന മറ്റൊരു ഒരു
ലോഹം കൂടെ കൂട്ടിയിട്ട്, ഒരു മെറ്റലൂടെ കൂട്ടിയിട്ട് അവരൊരു ലോഹസങ്കരം ഉണ്ടാക്കിയെടുത്തു. ഈ മെറ്റലിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്രോൺസ് എന്ന്. കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അവർ ഒരു അലോയ് ഉണ്ടാക്കി. അലോയ് ആണ് എന്ത്? ബ്രോൺസ്. ഓക്കെ. ദ പീരിയഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വർ യൂസ്ഡ് ഈസ് നോൺ ആസ് ദ ബ്രോൺസ് ഏജ്. അങ്ങനെ മെറ്റൽ ഏജിൽ നിന്നും അവർ പിന്നീട് ഈ ബ്രോൺസ് ഉപയോഗിക്കാനും അതുകൊണ്ട് എന്താ പറയുക വേട്ടയാടാനും കാര്യങ്ങൾക്കൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഏജിനെ വിളിക്കുന്ന പേരാണ് ബ്രോൺസ് ഏജ് കേട്ടോ. വിത്ത് ദ യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് ദെയർ occurred significant changes in human life. Let's see what they were. ഇങ്ങനെയുള്ള ബ്രോൺസ് ടൂൾസ് വെച്ചിട്ട് അവരുടെ ലൈഫ് കുറച്ചുകൂടെ എന്താക്കാനായിട്ട് തുടങ്ങി, ഈസി ആവാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല മാറ്റങ്ങളും ആ ഏജിൽ വന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആയിരുന്നു എന്ത്? ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ ലാൻഡ്. കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഇങ്ങനെ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നത് കൊണ്ട് തന്നെ, വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ എന്തായി? നമ്മളുടെ പ്രൊഡക്ഷനും കാർഷിക വിളകളും അവർക്ക് കൂടുതലായിട്ട് ലഭിച്ചു. The increase in agricultural production paved the way for the exchange of products and the development of centers of exchange. ഇങ്ങനെ കാർഷിക വിളകൾ അധികമായിട്ട് ലഭിച്ചതുകൊണ്ട് തന്നെ അത് വിറ്റഴിക്കാനും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തുണ്ടായി? ഒരുപാട് എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ് ഉണ്ടായി. ദെൻ ദ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ്. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ്, അതായത് കൈമാറ്റ കേന്ദ്രങ്ങളൊക്കെ അവസാനം എന്തായിട്ട് മാറി? പട്ടണങ്ങളും സിറ്റികളും ഒക്കെ ആയിട്ട് മാറി. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കമ്പയർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ സ്റ്റോൺ ഏജ് ആൻഡ് ദ ബ്രോൺസ് ഏജ്. സ്റ്റോൺ ഏജിലെയും ബ്രോൺസ് ഏജിലെയും മനുഷ്യർ തമ്മിലുള്ള ഫീച്ചേഴ്സും പിന്നെ എന്താ പറയുക ഹ്യൂമൻ ലൈഫും ഒക്കെ എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The Paleolithic Age was a period when rough stones were used as weapons and tools. This invention was to hunt and protect them from animals and to dig up tubers. They lived in caves. They ate tubers, fruits, and the meat of the animals they hunted. Hunting was the main means of livelihood of Paleolithic man. They began to use fire for light and to cook food inside caves. Stone fragments, bone fragments, and wooden sticks were the main weapons of Stone Age man. Many changes occurred later. The lack of sharp claws was solved through sharp weapons. Since it was not possible to catch a distant creature, arrows and bows were used. They joined wooden logs together to travel through water. They made cots from skins. When fire was discovered, they grew even more. They started cooking and eating food. They survived the winter. They made light at night to ward off darkness. But with the beginning of the Bronze Age, human life became a little easier. The Bronze Age was a continuation of the Neolithic Age, as we know, which was the beginning of agriculture and cattle breeding. During this period, they made and used tools made of copper and bronze. Bronze tools helped in the expansion of agricultural areas. With this, agricultural production increased and the exchange of goods increased. With the formation of exchange centers, towns and cities were formed later. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഈ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഇനി ബ്രോൺസ് ഏജിലാണ് നമ്മളുടെ സിവിലൈസേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. You have seen the changes that have occurred in human life in the Bronze Age. As a result of these changes in the Bronze Age, civilizations were formed centered around cities. Let us become familiar with the Bronze Age civilization. 4 Bronze Age civilizations ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു മക്കളെ? മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് ആൻഡ് ഹരപ്പൻ. ഇങ്ങനെ 4 സിവിലൈസേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. Find out the 4 major civilizations that existed during the Bronze Age on the map given below. നമുക്ക് താഴെ തന്നിട്ടുള്ള മാപ്പിൽ ഈ 4 സിവിലൈസേഷൻസ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഒരെണ്ണം ദാ ഇവിടെയുണ്ട്, ഹരപ്പൻ സിവിലൈസേഷൻ. പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇവിടെയുണ്ട്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഇവിടെയുണ്ട്. പിന്നെ ചൈനീസ് സിവിലൈസേഷൻ ഇതാ ഇവിടെയുണ്ട് അല്ലേ.
Of map 1.1 and identify the river valleys where the major Bronze Age civilization developed and complete the table. ഈ ഓരോ സിവിലൈസേഷനും എവിടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഓരോ റിവറിൻ്റെ ബാങ്കിലായിരിക്കും, ബാങ്ക് ഓഫ് റിവേഴ്സിലായിരിക്കും, അല്ല നദീതീരങ്ങളിലായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ സിവിലൈസേഷൻ, റിവേഴ്സ് എന്നിങ്ങനെ 2 ടേബിൾ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഓരോന്നും എവിടെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആണ്. അത് യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ 2 റിവേഴ്സിന് ഇടയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ റിവറിനടുത്താണ്. പിന്നെ ഹരപ്പൻ സിവിലൈസേഷൻ ഇൻഡസ് റിവറിനടുത്താണ്. ദെൻ ചൈനീസ് സിവിലൈസേഷൻ ഹുവാങ്ഹോ റിവർ ഓർ യെല്ലോ റിവറിനടുത്താണ്. വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാലീസ്? എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സിവിലൈസേഷൻസ് ഒക്കെ നദീതീരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് മക്കളെ? ബിക്കോസ് ഫെർട്ടൈൽ സോയിൽ, നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നു. ഫേവറബിൾ ക്ലൈമറ്റ്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൃഷിക്ക് സ്യൂട്ടബിൾ ആണല്ലേ. അപ്പം അതുകൊണ്ടാണ് ആളുകൾ അവിടെ തന്നെ എന്തായിട്ടുള്ളത്, സിവിലൈസേഷൻസ് രൂപപ്പെട്ടിട്ടുള്ളതും. ഇനി നമുക്ക് ഓരോ സിവിലൈസേഷൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ സിവിലൈസേഷൻ ആണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. ഒബ്സർവ് മാപ്പ് 1.1 ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് മെസപ്പൊട്ടേമിയ. അത് നമ്മൾ ചെയ്തു അല്ലേ? ആ മാപ്പിൽ മെസപ്പൊട്ടേമിയ എവിടെയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തില്ലേ? ബിറ്റ്വീൻ വിച്ച് റിവേഴ്സ് ഈസ് മെസപ്പൊട്ടേമിയ ലൊക്കേറ്റഡ്? ഏതൊക്കെ റിവറിൻ്റെ ഇടയിലാണ് മെസപ്പൊട്ടേമിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ 2 റിവേഴ്സിനിടയിലാണ് അല്ലേ. ദ വേർഡ് മെസപ്പൊട്ടേമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. 2 നദികൾക്കിടയിലെ സ്ഥലം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വേർഡിന്റെ അർത്ഥം. ദിസ് റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്. ദിസ് റീജിയൻ ഈസ് പ്രസന്റ്ലി എ പാർട്ട് ഓഫ് ഇറാഖ്. ഈ റീജിയൻ ഇപ്പോൾ എന്താണ്? ഇറാഖിന്റെ ഭാഗമാണ്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഓഫ് 4 ഡിഫറെന്റ് സിവിലൈസേഷൻ വിച്ച് വർ സുമേറിയൻ, ബാബിലിയൻ, അസീറിയൻ ആൻഡ് കാൾഡിയൻ. ഈ സുമേറിയൻ, ബാബിലിയൻ, അസീറിയൻ, കാൾഡിയൻ എന്നീ 4 സിവിലൈസേഷൻസ് ചേർന്നതാണ് എന്ത്? മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇനി അവിടുത്തെ നഗര ജീവിതവും പിന്നെ കലാപരമായിട്ടുള്ള എഴുത്ത് വിദ്യയും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദ സുമേറിയൻസ് were the first people who contributed to the development of urban life. നഗര ജീവിതത്തിൽ തുടക്കമിട്ടത്, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് തുടക്കമിട്ടത് ഏതാണ്? സുമേറിയൻ സിവിലൈസേഷൻ ആണ്. ദ മേജർ സിറ്റീസ് ഓഫ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ were ഉർ, ഉറൂഖ്, ലഗാഷ് ആൻഡ് സോ ഓൺ. ഉറൂഖ്, ലഗാഷ് തുടങ്ങിയിട്ടുള്ള സിറ്റികളാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിൽ പ്രധാനപ്പെട്ടത്. ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദ മെസപ്പൊട്ടേമിയൻ വാസ് നോൺ ആസ് ക്യൂണിഫോം. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ അവരുടെ എഴുത്ത് വിദ്യ ക്യൂണിഫോം ലിപി ആയിരുന്നു. ക്യൂണിഫോം സ്ക്രിപ്റ്റിന്റെ റൈറ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, കണ്ടോ മക്കളെ? ഇനി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ദിസ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ സുമേറിയൻ. സുമേറിയക്കാരാണ് ഈ എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചത്. ഇറ്റ് വാസ് എ വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ആപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ചിത്രലിപിയാണ് ക്യൂണിഫോം. ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫലകങ്ങളിലാണ് അവരത് എഴുതിയിരുന്നത്. ദേ യൂസ്ഡ് എ പോയിന്റഡ് റീഡ് സ്റ്റൈലസ് ടു റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. അത് എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളായിരുന്നു. കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ മെസപ്പൊട്ടേമിയൻ. ഇനി മാത്സിലും സയൻസിലും നിയമത്തിലും ലോയിലും ഒക്കെ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ്റെ, മെസപ്പൊട്ടേമിയൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം സയൻസ് ആൻഡ് മാത്സ്, ശാസ്ത്രത്തിലും ഗണിതത്തിലും എന്താണെന്ന് നോക്കാം. ലൂണാർ കലണ്ടർ അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് ചാന്ദ്ര കലണ്ടർ. പിന്നെ കാൽക്കുലേറ്റഡ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. ഡിവിഷൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? മെസപ്പൊട്ടേമിയൻസ് ആണ്. പിന്നെ ലോ, നിയമത്തിൽ അവർ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്? ലോസ് വേർ കോഡിഫൈഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡ്യൂറിങ് ദ റെയിൻ ഓഫ് സുമേറിയൻ റൂളർ ഡൂങ്കി. സുമേറിയൻ രാജാവായിരുന്ന ഡൂങ്കി എന്നുള്ള രാജാവിന്റെ ഭരണ സമയത്താണ് ആദ്യമായിട്ട് നിയമസംഹിത കൊണ്ടുവന്നത്. ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് ദ റിവൈസ്ഡ് ഫോം ഓഫ് ദിസ് ലോ. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണെന്ത്? ഹമ്മുറാബിയുടെ നിയമസംഹിത, ദ കോഡ് ഓഫ് ഹമ്മുറാബി. ഇനി നമുക്ക് കോഡ് ഓഫ് ഹമ്മുറാബി എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ദിസ് ഈസ് എ കോഡ് ഓഫ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ദ ബാബിലോണിയൻ റൂളർ ഹമ്മുറാബി. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലത്താണ് എന്ത്? ഈ ഹമ്മുറാബിയുടെ നിയമസംഹിത കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഓൾഡസ്റ്റ് റിട്ടൺ കോഡ് ഓഫ് ലോ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ എഴുത്തി വെക്കപ്പെട്ട നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ കോഡ് ഓഫ് ഹമ്മുറാബി ട്ടോ.
The method of punishment of an eye for an eye, a tooth for a tooth comes from this code. ഈ നിയമസംഹിതയിലാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള നിയമം വരുന്നത്. ഇനി സിഗ്രാറ്റ്സ്, എന്താണ് സിഗ്രാറ്റ്സ് എന്ന് നോക്കാം. പ്ലേസസ് ഓഫ് വർഷിപ്സ് ഓഫ് ദ മെസപ്പൊട്ടേമിയൻസ് വർ നോൺ ആസ് സിഗ്രാത്ത്. മെസപ്പൊട്ടേമിയൻകാരുടെ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് സിഗ്രാത്ത് എന്നറിയപ്പെടുന്നത്. ദീസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് വർ മെയിൻലി ബിൽറ്റ് ഇൻ സിറ്റീസ്. ഈ ആരാധനാലയങ്ങളെല്ലാം തന്നെ നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ദേ വെർ മെയ്ഡ് ഓഫ് ബ്രിക്സ്. ആ സിഗുറാത്തുകൾ ഇഷ്ടിക കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദ സിഗുറാത്ത് ഇൻ ദ സിറ്റി ഓഫ് ഉർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. ഉറിലുള്ള സിഗുറാത്ത് ഇപ്പോഴും എന്താണ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ മെസപ്പൊട്ടേമിയൻസ്. മെസപ്പൊട്ടേമിയൻകാരുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെസപ്പൊട്ടേമിയ ഈസ് നൗ എ പാർട്ട് ഓഫ് ഇറാഖ്. It is known as the cradle of civilization. The Mesopotamian civilization laid the foundation for human progress. With its fertile land and advanced societies, Mesopotamia gave rise to cities. All the progress we have now is the result of inventions of the Mesopotamians. They created writing, the wheel, irrigation, ships, chariot, maps, and laws. The advanced mathematics and contributed greatly to the field. In fact, the Pythagorean theorem was created by a Babylonian mathematician. Their greatest contributions is certainly writing. Writing allowed the world to communicate with each other. In addition, Mesopotamian civilization made the great contributions to the world in the field of art and culture, including sculpture, music, painting, and literature. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് നോക്കാം. ലുക്ക് അറ്റ് മാപ്പ് 1.1. ഫൈൻഡ് ദ റീജിയൻ വേർ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ്. നമ്മൾ കണ്ടു അല്ലേ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെയായിരുന്നു? നൈൽ റിവറിൻ്റെ ബാങ്കിലായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്. You have seen that the Egyptian civilization flourished in the Nile Valley. The main city of the Egyptian civilization was Cairo. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് കാൽറോ ആയിരുന്നു കേട്ടോ. The Egyptian kings were known as pharaohs. The main features of the Egyptian civilization is the pyramids. അപ്പോൾ ആ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ ഫറവോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈജിപ്ഷ്യൻകാരുടെ പിരമിഡ്സ് ആയിരുന്നു. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. അവരുടെ ജീവിതമാർഗവും കൃഷി തന്നെയായിരുന്നു, അഗ്രികൾച്ചർ തന്നെയായിരുന്നു. വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ് സോ ഓൺ ഗ്രൂ അബൻഡൻ്റ്ലി ഇൻ ദ നൈൽ റിവർ ബേസിൻ. അപ്പോൾ നൈൽ നദി തീരത്ത് ഉണ്ടായിട്ടുള്ള ക്രോപ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയായിരുന്നു? വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ. ഓക്കെ. ദിസ് അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സിവിലൈസേഷൻ ഇൻ ദ നൈൽ വാലി. അപ്പോൾ ഇങ്ങനെ നൈൽ നദി തീരത്ത് കൃഷിയുടെ വിളവ് അധികം ലഭിച്ചത് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു സിവിലൈസേഷൻ രൂപപ്പെട്ടത്. ഹെൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് പിരമിഡ്സ് എന്നും എന്താണ് മമ്മീസ് എന്നും നോക്കാം. പിരമിഡ്സ്. The pyramids, which are the tombs of the pharaohs, are the main feature of Egyptian civilization. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആരായിരുന്നു ഫറവോകൾ? ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ രാജാക്കന്മാരായിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ ശവകുടീരങ്ങളെയാണ് പിരമിഡ്സ് എന്ന് പറയാം. ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഈസ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡാണ് ഈ പിരമിഡ്സിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. മമ്മീസ്. ദ ഈജിപ്ഷ്യൻ ഹാഡ് എ സിസ്റ്റം ഓഫ് പ്രിസർവിംഗ് ദ ഡെഡ് ബോഡി ബൈ എംബാമിംഗ് ഇറ്റ് വിത്ത് പെർഫ്യൂംസ്. ഡെഡ് ബോഡികളൊക്കെ പെർഫ്യൂംസ് ഒക്കെ അടിച്ച് നല്ല സുഗന്ധങ്ങളൊക്കെ പൂശിയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്ന, കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമ്പ്രദായം അന്നത്തെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. എ ബോഡി പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഈസ് നോൺ ആസ് എ മമ്മി. ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഡെഡ് ബോഡിയെയാണ് മമ്മി എന്ന് പറയാം. എമംഗ് ദീസ് ദ മോസ്റ്റ് ഫേമസ് ഈസ് ദ മമ്മി ഓഫ് ഫറവോസ് തൂത്തൻഖാമൻ. ഫറവോകളിലെ തൂത്തൻഖാമൻ എന്ന് പറയുന്ന ഒരു കിങ്ങിൻ്റെ മമ്മിയാണ് ഇതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. സച്ച് മമ്മീസ് വർ കെപ്റ്റ് ഇൻസൈഡ് ദ പിരമിഡ്സ്. ഈ മമ്മീസ്, അതായത് ഇവരുടെ ഡെഡ് ബോഡി പിരമിഡിൻ്റെ ഉള്ളിലാണ് വെക്കാറുള്ളത്.
ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ എന്തായിരുന്നു എന്ന് നോക്കാം. റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഈജിപ്റ്റ് ജസ്റ്റ് ആസ് ഇൻ മെസപ്പൊട്ടോമിയ. ലെറ്റ് സി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ റൈറ്റിംഗ്. ഈജിപ്തുകാരുടെ അന്നത്തെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സിവിലൈസേഷൻ്റെ റൈറ്റിംഗ് എന്താണ്? മെസപ്പൊട്ടേമിയ പോലെ തന്നെ അവർക്കും റൈറ്റിംഗ് സമ്പ്രദായം ഉണ്ടായിരുന്നു. ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു അവരുടെ ലിപി എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് മക്കളെ? ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻസ്. പഴയകാല ഈജിപ്ഷ്യൻസിൻ്റെ എഴുത്തുവിദ്യയായിരുന്നു, സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ത്? ഹൈറോഗ്ലിഫിക്സ്. ദിസ് സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. സൈനുകളും ലെറ്റേഴ്സും ചേർന്ന എന്താണ്? ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. പരിശുദ്ധമാക്കപ്പെട്ട എഴുത്ത്, സേക്രഡ് റൈറ്റിംഗ് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് റെഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. വലത് നിന്ന് ഇടത്തേക്കാണ്. നമ്മൾ അറബിയൊക്കെ വായിക്കുന്ന പോലെയാണ് ഈ ലിപി വായിച്ചിരുന്നത്. അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്. ഇനി ശാസ്ത്ര മേഖലയിൽ, സയൻസ് മേഖലയിൽ അവർ നേടിയിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഈജിപ്റ്റ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ സമയത്ത് എന്താണ്? മാത്തമാറ്റിക്സിലും അതുപോലെ മെഡിക്കൽ സയൻസിലും ഒക്കെ അവർ ഒരുപാട് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ദ ഈജിപ്ഷ്യൻസ് ലെഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ജിയോമെട്രി ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ ജിയോമെട്രിയുടെ ഫൗണ്ടേഷൻ കൊണ്ടുവന്നത് ആരാണ് മക്കളെ? ഈജിപ്ഷ്യൻകാരാണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വേർ ദെയർ കോൺട്രിബ്യൂഷൻസ്. അഡീഷനും സബ്ട്രാക്ഷനും കൊണ്ടുവന്നതും ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ്. മെസപ്പൊട്ടേമിയൻ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കേട്ടോ. Their solar calendar consisted of 12 months of 30 days each and an added 5 days to complete a year, 365 days. അതായത് 12 മാസങ്ങൾ തന്നെയായിരുന്നു അവരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നത്. അതിനോടുകൂടെ ഓരോ മാസവും 30 ദിവസം വീതമായിരുന്നു. ആ 30 ദിവസത്തോടു കൂടി എക്സ്ട്രാ 5 ദിവസം കൂടെ കൂട്ടിയിട്ടുള്ള 365 ദിവസം തികയുന്ന രീതിയിലായിരുന്നു ഒരു വർഷത്തെ അവരുടെ കലണ്ടർ ഉണ്ടായിരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഹൗ മെനി മന്ത്സ് ആർ ദെയർ ഇൻ ദ കലണ്ടർ വി യൂസ് നൗ? നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കലണ്ടറിൽ എത്ര മാസങ്ങളുണ്ട്? 12 മന്ത്സ് ആണല്ലേ. ഡസ് ഈച്ച് മന്ത് ഹാവ് 30 ഡേയ്സ്? എല്ലാ മാസവും 30 ദിവസമുണ്ടോ? ചില മാസങ്ങൾക്ക്. Look at the calendar at your home and find out how many days are there in each month and write it down. നിങ്ങൾ കലണ്ടർ നോക്കിയിട്ട് ഓരോ മാസവും എത്ര ദിവസം വീതമുണ്ടെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജാനുവരി 31 ഡേയ്സ് ആണ്. ഫെബ്രുവരി 28 ഡേയ്സ് ആണ്. ഇൻ കേസ് ഓഫ് ലീപ്പ് ഇയർ ഇറ്റ് ഈസ് 29. അത് ലീപ്പ് ഇയർ ആണെങ്കിൽ 29 ആയിരിക്കും ഫെബ്രുവരി. അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴും ഫെബ്രുവരി 29 ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇങ്ങനെയാണ് ഡേയ്സ് വരുന്നത്. ചൈനീസ് സിവിലൈസേഷൻ. അടുത്തതാണ് ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ഹുവാങ്ഹോ. ഹുവാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സിവിലൈസേഷൻ ആസ് വെൽ. ഈ സിവിലൈസേഷൻ്റെയും ഉത്ഭവത്തിന് കാരണം എന്താണ്? അഗ്രികൾച്ചർ തന്നെയാണ്. ദേ വർ ഓൾസോ എക്സ്പെർട്സ് ഇൻ വീവിംഗ്, പോട്രി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. കൃഷി കൂടാതെ നെയ്ത്ത്, പട്ടുവസ്ത്ര നിർമ്മാണം, അതുപോലെ മൺപാത്ര നിർമ്മാണം തുടങ്ങിയവയിലെല്ലാം അവർ എക്സ്പെർട്ടായിരുന്നു. ദേ മെയ്ഡ് എക്സലൻറ്റ് ബ്രോൺസ് സ്കൾപ്ചർ. അവർ ബ്രോൺസ് വെച്ചിട്ട്, വെങ്കലം വെച്ചിട്ട് പ്രതിമകളും ഉണ്ടാക്കിയിരുന്നു. ഇനി അവരുടെ റൈറ്റിംഗ് സിസ്റ്റം നോക്കാം. ദ ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യൻ ടൈംസ്. അവർക്കും ഇതുപോലെ തന്നെ പണ്ടുകാലം മുതൽ തന്നെ റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ദ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് പിക്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് വാസ് കോമൺ. അവർ യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് അതിൽ ലെറ്റേഴ്സിന് പകരം അവർ പിക്ചേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഗ്രാജുവലി ദേ ഡെവലപ്ഡ് സിമ്പിൾസ് ടു യൂസ് ഇൻ പ്ലേസ് ഓഫ് പിക്ചേഴ്സ്. പതുക്കെ പതുക്കെ പിക്ചറിന് പകരമായിട്ട് അവർ സിമ്പലുകൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദാറ്റ് സ്ക്രിപ്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ചൈന വിത്ത് മോഡിഫിക്കേഷൻ. ഈ ലിപി തന്നെയാണ് ഇന്നും ചൈനയിൽ കുറച്ച് മോഡിഫിക്കേഷൻസോട് കൂടിയിട്ട് തുടരുന്നത്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെസപ്പൊട്ടേമിയ, ഈജിപ്റ്റ് ആൻഡ് ചൈന ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലും ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലും ചൈനീസ് സിവിലൈസേഷനിലും തന്നിട്ടുള്ള റൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മളോട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ടേബിളിൽ സിവിലൈസേഷൻ, സ്ക്രിപ്റ്റ്, ഫീച്ചേഴ്സ് എന്നിങ്ങനെ 3 കോളായിട്ടാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് മെസപ്പൊട്ടേമിയയാണ്. അവരുടെ റൈറ്റിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്യൂണിഫോം ലിപിയായിരുന്നു. ക്യൂണിഫോമിൻ്റെ ഫീച്ചർ എന്താണ്? ദ റൗട്ട് ഇൻ ക്ലേ ടാബ്ലറ്റ്സിലായിരുന്നു അവരത് എഴുതിയിരുന്നത്. സെക്കൻഡ് ഈജിപ്റ്റ് ആണ്. ഈജിപ്ഷ്യൻകാരുടെ സ്ക്രിപ്റ്റ് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു.
ഫീച്ചർ എന്താ മക്കളെ? ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. ഹൈറോഗ്ലിഫിക്സിന്റെ മീനിങ് എന്താണ്? സേക്രഡ് റൈറ്റിംഗ് എന്നാണ്. പിന്നെ ചൈനീസിൽ അവർ യൂസ് ചെയ്തിരുന്നത് പിക്ടോഗ്രാഫ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു. ഫീച്ചർ എന്താണ്? പിക്ചേഴ്സ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സിന് പകരമായിട്ട് അവർ പിക്ചേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഫോർത്ത് സിവിലൈസേഷൻ ആണ് ഹരപ്പൻ സിവിലൈസേഷൻ. ദ ഹരപ്പൻ സിവിലൈസേഷൻ വാസ് എ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഇൻഡസ് വാലി ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. ഇൻഡസ് തീരത്താണ് ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഫ്രം അബൌട്ട് 2600 BCE to 1900 BCE. 2600 മുതൽ 1900 BCEയുടെ കാലഘട്ടത്തിലാണ് ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. ഹരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. ദാറ്റ് ഈസ് വൈ ദിസ് സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഹരപ്പൻ സിവിലൈസേഷൻ. അവർ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സ്ഥലമാണ് എന്ത്? ഹരപ്പ എന്നുള്ളത്. അവിടെയാണ്, ഹരപ്പയിലാണ് ആദ്യമായിട്ട് ഈ സിവിലൈസേഷന് ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. Since it emerged in the Indus Valley, it is also known as the Indus Valley Civilization. ഇത് ഇൻഡസ് വാലിയിലാണ് എന്താണ് ഹരപ്പൻ സിവിലൈസേഷന് ഉത്ഭവിച്ചിട്ടുള്ളത്, ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷനും എന്നും പറയുന്നുണ്ട്. This civilization developed around urban centers. Therefore, this civilization is termed as the first urbanization in India. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫസ്റ്റ് urbanization ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ആരാണ് സർ ജോൺ മാർഷൽ? നമുക്ക് നോക്കാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ or ASI is an organization formed to carry out excavation and preservation of archaeological materials in India. ഇന്ത്യയിലുള്ള ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ്, അതായത് പുരാവസ്തുക്കൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അത് ഡിഗ് ചെയ്തെടുക്കാനും അതിനെക്കുറിച്ച് അത് പ്രിസർവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ASI എന്ന് പറയുന്നത്. സർ ജോൺ മാർഷൽ വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫ്രം 1902 to 1928. അദ്ദേഹം ഈ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന ഈ ASIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് വാസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് അണ്ടർ ഹിസ് ലീഡർഷിപ്പ് ദാറ്റ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. ഇദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന കണ്ടക്ട് ചെയ്തിട്ടുള്ള റിസർച്ചിലാണ് ഹരപ്പൻ സിവിലൈസേഷൻ്റെ ശേഷിപ്പുകൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ലോകത്ത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. Now look at the map 1.2. Find out and list the major cities of the Harappan civilization. നമുക്ക് അവിടെ ഒരു ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ടല്ലേ. ആ മാപ്പ് നോക്കിയിട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന സിറ്റീസ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഏതൊക്കെയായിരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോഹൻജൊദാരോ, ലോഥാൽ, ഹരപ്പ, അതുപോലെ കാലിബംഗൻ. ഈ 4 സിറ്റികളാണ് മെയിനായിട്ട് ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന സിറ്റികൾ. Town planning. The main feature of the Harappan civilization was town planning. ഹരപ്പൻ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ടൗൺ പ്ലാനിംഗ് ആണ്. അവരുടെ ഒരു പ്ലസ് പോയിന്റും ടൗൺ പ്ലാനിംഗ് ആയിരുന്നു കേട്ടോ. ദേ ബിൽഡ് ഹൗസസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്ട്രീറ്റ്. അവരൊരു തെരുവിൻ്റെ 2 വശത്തുമായിട്ട് വീടുകൾ നിർമ്മിച്ചു. ദേ യൂസ്ഡ് ബേൺഡ് ബ്രിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ. അവർ ഇരുമ്പ് ചൂളയിൽ ചുട്ടെടുത്ത ഇഷ്ടികയായിരുന്നു അവരുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. The drainage system was another important feature of the Harappan civilization. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു. The cities and drains were planned in such a way that the waste water from the houses are drained out of the city through the drains in the street. അപ്പം വീടുകളിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളം ഈ അഴുക്ക് ചാലിലൂടെ, സിറ്റിയിലുള്ള ഈ അഴുക്ക് ചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴിച്ചുവിടുന്ന രീതിയിലായിരുന്നു അവരുടെ സംവിധാനം. ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജൊദാരോ. ഇനി മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത് എന്താണെന്ന് നോക്കാം. മോഹൻജൊദാരോ വാസ് ദ മേജർ സിറ്റി ഓഫ് ദ ഹരപ്പൻ സിവിലൈസേഷൻ. നമ്മൾ നേരത്തെ കണ്ടു, ഹരപ്പൻ സിവിലൈസേഷനിലെ ഒരു മേജർ സിറ്റി ആയിരുന്നു മോഹൻജൊദാരോ. ദ ഗ്രേറ്റ് ബാത്ത് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദ സിറ്റി. There were flights of steps on both sides to enter this tank and it had bathrooms. ഇത് വലിയൊരു കുളമാണ്. അതിലേക്ക് ഇറങ്ങാനായിട്ട് ഇരുവശങ്ങളിലും പടവുകളും അതുപോലെ തന്നെ കുളിമുറികളും അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. There was also arrangement for filling fresh water and draining out waste water. മാത്രമല്ല അതിലേക്ക് നല്ല ശുദ്ധജലം നിറയ്ക്കുന്നതിനും അതിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് ഒഴുക്കി വിടുന്നതിനും വേറെയും സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു.
ഇനി ഹരപ്പൻ സിവിലൈസേഷന്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ഗ്രാനറി. ഗ്രാനറി എന്താ മക്കളെ? ധാന്യപ്പുര എന്ന് നമ്മൾ പറയും കേട്ടോ. ഗ്രെയിൻസ് സൂക്ഷിച്ചു വെക്കുന്ന പ്ലേസ് ആണ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ ഹരപ്പൻ പീപ്പിൾ. ഹരപ്പൻ പീപ്പിളിന്റെയും പ്രധാനപ്പെട്ട ജോബ് എന്തായിരുന്നു? അഗ്രികൾച്ചർ, കൃഷി തന്നെയായിരുന്നു. എവിഡൻസസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം സൈറ്റ്സ് ലൈക്ക് രംഗ്പൂർ ആൻഡ് ലോഥാൽ ഇൻ ഗുജറാത്ത്. അപ്പോൾ അവരാര് നെല്ല് കൃഷി ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവുകൾ രാംപൂറിൽ നിന്നും ഗുജറാത്തിലെ ലോഥാലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദ ഗ്രാനറി ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്റോറിക്കൽ റിമെയിൻ ഫൗണ്ട് ഇൻ ഹരപ്പ. ഇറ്റ് വാസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് പ്രിസർവ് ഗ്രെയിൻസ്. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റിമൈൻ ആണ്, അവരുടെ ഒരു അവശിഷ്ടമാണ് എന്ത്, ഈ ഗ്രനറികൾ. അപ്പോൾ ഗ്രനറി എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് പ്രിസർവ് ഗ്രെയിൻസ്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനായിരുന്നു അവർ ഗ്രനറി യൂസ് ചെയ്തിരുന്നത്. ഇനി ഹാൻഡ് ക്രാഫ്റ്റ്സ് നോക്കാം നമുക്ക്. അതായത് ഹരപ്പൻ സിവിലൈസേഷനിലെ ആളുകൾ ഹാൻഡിക്രാഫ്റ്റിലും എന്തായിരുന്നു, അവർ എന്താണ് ഏബിൾ ആയിട്ടുള്ള ആളുകളായിരുന്നു. ദ ഹരപ്പൻസ് വർ സ്കിൽഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്സ്. അവർ അതിൽ നല്ല പ്രാവീണ്യം തെളിയിച്ച ആളുകളായിരുന്നു. നോക്കിക്കുക, അവരുണ്ടാക്കിയ സാധനങ്ങൾ ടോയ്സ് ഉണ്ട്, സീൽസ് ഉണ്ട്, ജുവല്ലറി, ക്ലേ പോട്ട്, പിന്നെ ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ഡാൻസിങ് ഗേൾ, നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, പ്രതിമയുണ്ടല്ലേ. More details about the handicraft of the Harappans can be obtained from these pictures. Find out and complete the concept map. അവരുടെ ഹാൻഡിക്രാഫ്റ്റിനെ കുറിച്ചിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ഈ പിക്ചറിൽ നിന്ന് കിട്ടുന്നുണ്ട്? യൂസ്ഡ് ടു മേക്ക് സീൽസ്, അവർ സീൽസ് ഉണ്ടാക്കുമായിരുന്നു. യൂസ്ഡ് ടു മേക്ക് ടോയ്സ്, അവർ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെയോ യൂസ്ഡ് ടു മേക്ക് ജുവല്ലറി, അല്ലെ, അവർ ജുവല്ലറി ആഭരണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ദേ യൂസ്ഡ് ടു മേക്ക് ക്ലേ പോട്ട്സ്, അവർ എന്താണ് കളിമൺ കൊണ്ടുള്ള പാത്രങ്ങൾ നിർമ്മിക്കുമായിരുന്നു. യൂസ്ഡ് ടു മേക്ക് സ്റ്റാച്യൂസ്, അവർ പ്രതിമകൾ നിർമ്മിക്കുമായിരുന്നു. നെക്ലേസസ്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് ഇയറിംഗ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, ബീഡ്സ് ആൻഡ് ഷെൽസ് വെർ widely used. They made seals from clay and stones. The toys, clay pots and bronze statues found in Harappan cities all show the artistic skills of the Harappan people. അപ്പോൾ അവർ എന്താണ് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനും നമ്മൾ പറഞ്ഞു നെക്ലേസും ബ്രേസ്ലെറ്റ്സും കമ്മലുകളും ഒക്കെ അവരുണ്ടാക്കുമായിരുന്നു. പിന്നെ ടോയ്സും ക്ലേ പോട്ട്സും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഹരപ്പൻ ആളുകളുടെ ആർട്ടിസ്റ്റിക് സ്കില്ലിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ആർട്ട് ഓഫ് റൈറ്റിംഗ്, അവരുടെ റൈറ്റിംഗ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഹരപ്പൻ പീപ്പിൾ ഹാഡ് ദെയർ ഓൺ റൈറ്റിംഗ് സിസ്റ്റം. ദേ യൂസ്ഡ് സിംബൽസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്. ദെയർ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്. അപ്പോൾ അവരും എഴുത്ത് വിദ്യകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവർ ലെറ്റേഴ്സിന് പകരം സിംബൽസ് ആയിരുന്നു, ഇങ്ങനെയുള്ള കുറച്ച് അടയാളങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്, ചിഹ്നങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. സിംബൽസ് എന്ന് വെച്ചാൽ ചിഹ്നങ്ങൾ കേട്ടോ, ചിഹ്നങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഡിക്ലൈൻ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. ഇനി ഹരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഹരപ്പൻ സിറ്റീസ് ഫേസ്ഡ് ഡിക്ലൈൻ അറൌണ്ട് 1900 BCE. 1900 BCE ആയ സമയത്ത് ഹരപ്പൻ സിവിലൈസേഷൻ എന്തായി? നാശം നേരിടാനായിട്ട് തുടങ്ങി. ദർ ആർ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ ഡിക്ലൈൻ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ. ലെറ്റ് us examine some of them. ഒരുപാട് റീസൺസ് അതിനുണ്ടായിരുന്നു. അതിൽ കുറച്ച് നമുക്ക് നോക്കാം. ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്നതുകൊണ്ട്. പിന്നെ ഫ്രീക്വൻറ്റ് ഫ്ലഡ്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളപ്പൊക്കം ഉണ്ടായതുകൊണ്ട്. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം കൊണ്ട്. എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്, ഭൂമി അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം ഹരപ്പൻ സിവിലൈസേഷന് ഡിക്ലൈന് നാശം സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സും അതുപോലെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്